വിരൽത്തുമ്പിലെ വിസ്മയലോകം, സർവ്വവിജ്ഞാനങ്ങളുടെയും അക്ഷയപാത്രം. ആത്മഹത്യ ചെയ്യാനുള്ള ഏറ്റവും വലിയ മുനമ്പ്. ഇന്റർവെൽ. ഒരു ചെറു നിശ്വാസം കൂടി. പരസ്യങ്ങളില്ലാത്ത ഇടവേള. 7ാം പീരീഡ് ഹിന്ദി. നിർത്തിയിട്ട ബോഗികൾ പോലെ അനക്കമില്ലാതെ അക്ഷരങ്ങൾ. ഇടക്ക് ഇലക്ട്രിക് കമ്പിയിലേക്കെന്ന പോലെ മുകളിലേക്ക് പോകുന്ന മാത്രകൾ. 8ാം പീരീഡ് അറബിക്. ആളില്ലാതെ തുഴയുന്ന നക്ഷത്ര കമ്മലിട്ട ചെറുവള്ളങ്ങൾ. ഫ്ലാഗ് ഓഫ് ചെയ്ത അലിഫുകൾ. അടുത്ത കവിത കൂണുകൾ. മേഘങ്ങളിണ ചേർന്ന് ഇടിയുടെ നോവിൽ പ്രസവിച്ചതാണ് കൂണുകളെ. മേഘങ്ങളിടക്ക് മിന്നി മറഞ്ഞുമ്മ കൊടുക്കും. വർഷമായി പെയ്തിറങ്ങി ശ്വാസിക്കും. ചാറ്റലായി നനച്ച് തലോടും. വിഷം തീണ്ടി മരിക്കുന്ന മരക്കൂണുകൾക്ക് ക്യാൻസറിൻ്റെ ആകാരഭംഗിയാണ്. ചിലപ്പോൾ തൊപ്പിവെച്ച പോലീസുകാരനെ പോലെ, ചിലപ്പോൾ ആഴങ്ങളെ തേടി യാത്രയാകുന്ന മുക്കുവനെ പോലെ, ചിലപ്പോൾ അച്ഛനമ്മമാരായ മേഘങ്ങളെ പോലെ, മറ്റു ചിലപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിലെ നിശ്ചല ചരിത്രം പോലെ, മാർബിൾ കുടീരമോ ദേവാലയമോ പോലെ, പ്രണയമഴ പെയ്തിറങ്ങിയ ഇളം മണ്ണിനെ ഉമ്മവെക്കാനെത്തിയ കാമുകിയെപ്പോലെ, ചെമ്മരിയാടിൻ പറ്റങ്ങളെ പോലെ, മഞ്ഞുമലയോ എസ്കിമോകളുടെ വീടുപോലെയോ, ചിലപ്പോൾ തീന്മേശയിലെ ചൂടൻ വിഭവമായും ചിരിക്കാറുണ്ട് ഖണ്ഡിച്ച കുണുകൾ. നന്ദി.